മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ. 14:18 മുതൽ 23 വരെയുള്ള വാക്യം. 14:18 ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. 14:19 അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. 14:20 നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. 14:21 സോദോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. 14:22 അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ. 14:23 സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിങ്കലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അബ്രഹാം എല്ലാ സമ്പത്തിനെയും മടക്കിക്കൊണ്ടുവന്നിട്ട് തന്റെ അനന്തരവനായ ലോത്തിനെയും അവന്റെ എല്ലാ സമ്പത്തിനെയും സ്ത്രീകളെയും ജനങ്ങളെയും ഉൾപ്പെടെ തിരികെ കൊണ്ടുവന്നതിന് ശേഷം സോദോം രാജാവ് അവനെ കാണുവാൻ പുറപ്പെട്ട് ചെന്നു. അതിനുള്ളിൽ തന്നെ അബ്രഹാം പാഠം പഠിച്ചു കഴിഞ്ഞിരുന്നു. താൻ കഠിനമായി പോരാടി നേടിയ യുദ്ധത്തിന്റെ സമ്മാനങ്ങളായ ആ സമ്പത്തിനെ അവൻ താൻ അർഹിക്കുന്നുവെന്ന് കരുതുകയോ താൻ നേടിയതായി കണക്കാക്കുകയോ ചെയ്തില്ല. അവൻ ഒരു നിശ്ചിത നിലപാട് സ്വീകരിച്ചിരുന്നു. യഹോവയല്ലാതെ മറ്റാർക്കും തനിക്ക് ഒന്നും നൽകുവാൻ കഴിയുകയില്ലെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അബ്രഹാം ദൈവത്തെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ എന്ന് വിളിച്ചു. ഈ അഭിധാനത്തെ നാം നിസ്സാരമായി ചിന്തിക്കരുത്. ഇതിനർത്ഥം അബ്രഹാം കർത്താവിനു വേണ്ടി നിലകൊണ്ടതിനാൽ സ്വർഗം കർത്താവിൻ്റെതായി തീർന്നു, ഭൂമിയും കർത്താവിൻ്റെതായി തീർന്നു എന്നാണ്. ദൈവം ഇനിമേൽ സ്വർഗത്തിന്റെ മാത്രം കർത്താവല്ല, മറിച്ച് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായി തീർന്നിരിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ എന്ന ഈ അഭിധാനം അബ്രഹാം കണ്ടുപിടിച്ചതല്ല. അവൻ ഇത് മെൽക്കീസേദെക്കിൽ നിന്നാണ് പഠിച്ചത്. കെദൊർലായോമെരിനെയും മറ്റ് രാജാക്കന്മാരെയും വധിച്ച ശേഷം രാജാവിന്റെ താഴ്വരയായ ശാവേ താഴ്വരയിൽ വെച്ച് അവൻ മെൽക്കീസേദെക്കിനെ കണ്ടുമുട്ടി. മെൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവന്റെ അടുക്കൽ അവനെ അനുഗ്രഹിച്ചു. ഒരു മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിന്നതിനാൽ മൽക്കീസേദെക്കിന് ദൈവത്തെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായി പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു. ബൈബിളിൽ ഇതാദ്യമായാണ് ദൈവത്തെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അബ്രഹാം ഭൂമിയിൽ വിജയം നേടിയതിനു ശേഷം ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ എന്ന് വിളിക്കപ്പെട്ടു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവ. 14:23 വാക്യം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിജയവും അനുഗ്രഹവും ലഭിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ഇത് ആരാൽ സംഭവിച്ചു? അബ്രഹാമിന്റെ ജീവിതത്തിൽ അതൊരു നിർണായക നിമിഷമായിരുന്നു. രാജാക്കന്മാരെ ജയിച്ച് അനവധി സമ്പത്ത് കൈവശമുണ്ട്. അപ്പോൾ സോദോം രാജാവ് പറയുകയാണ്, സമ്പത്ത് നീ എടുത്തോളൂ. എന്നാൽ അബ്രഹാം മറുപടി പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവയോട് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനവചനത്തിന്റെ അടിസ്ഥാനം. ഒന്നാമതായി, യഹോവ അത്യുന്നതനായ ദൈവം എന്ന് നമ്മൾ കാണുന്നു. അത്യുന്നതൻ എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അവൻ മനുഷ്യ രാജാക്കന്മാരെക്കാൾ ഉയർന്നവൻ, ലോക സമ്പത്തിനേക്കാൾ മഹത്തായവൻ,
സാഹചര്യങ്ങളെക്കാൾ ശക്തനായവൻ. അബ്രഹാം ജയിച്ചത് തന്റെ ശക്തിയാൽ അല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ സഹായത്താലാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തെ താഴ്ത്തിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാളായി മാത്രം കണക്കാക്കുന്നു. പക്ഷേ യഹോവ എല്ലാറ്റിനും മുകളിലുള്ള ദൈവം ആകുന്നു. രണ്ടാമതായി, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ. അബ്രഹാം ദൈവത്തെ വിളിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ എന്നാണ്. അതിന്റെ അർത്ഥം എല്ലാം ദൈവത്തിൻ്റെതാണ് എന്നാണ്. സമ്പത്ത് മനുഷ്യന്റെ കയ്യിലല്ല, അനുഗ്രഹത്തിന്റെ ഉറവിടം യഹോവയാണ്. സോദം രാജാവ് അബ്രഹാമിന് സമ്പത്ത് നൽകാൻ തയ്യാറായി. പക്ഷേ അബ്രഹാം തിരിച്ചറിഞ്ഞു, തനിക്ക് അനുഗ്രഹം നൽകുന്നവൻ ദൈവമാണ്. ഇത് നാം മറക്കരുത്. നമ്മുടെ കൈവശമുള്ളതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. ഇത് നാം തിരിച്ചറിയണം. മൂന്നാമതായി, മനുഷ്യ മഹത്വം നിരസിച്ച അബ്രഹാം. ഞാൻ അബ്രഹാമിനെ ധനികനാക്കി എന്ന് പറയാതിരിക്കാൻ അബ്രഹാം പറഞ്ഞു, ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? കാരണം ദൈവമഹത്വം മനുഷ്യർക്ക് നൽകാൻ അവൻ തയ്യാറായില്ല എന്നതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മനുഷ്യൻ അവകാശം പറയാൻ അബ്രഹാം സമ്മതിച്ചില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാം, ദൈവം ചെയ്തതിന് നാം മനുഷ്യർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ, അതോ ദൈവത്തിനോ? നാലാമതായി, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം. അബ്രഹാം പഠിപ്പിക്കുന്ന വലിയ പാഠം ഇതാണ്, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം. അവൻ പറഞ്ഞു, ദൈവം എനിക്ക് അനുഗ്രഹം തരുന്നുവെങ്കിൽ അത് മനുഷ്യന്റെ കൈവഴി വേണ്ട. ഇത് അഹങ്കാരമല്ല, വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ജോലി, ബിസിനസ്, ആളുകൾ ഇവയെല്ലാം ദൈവസ്ഥാനത്ത് വെക്കുന്ന അപകടത്തിലാണ്. പക്ഷെ ദൈവം പറയുന്നത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കാനാണ്. അഞ്ചാമതായി നമ്മൾ കാണുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിലേക്കുള്ള സന്ദേശം. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ ആശ്രയിക്കുന്നത് ആരെയാണ്? നിന്റെ ഉയർച്ചയുടെ ഉറവിടം ആരാണ്? നിന്റെ മഹത്വം ആരുടേതാണ്? അബ്രഹാം പ്രഖ്യാപിച്ചു, എന്റെ അനുഗ്രഹം മനുഷ്യനാലല്ല, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ യഹോവയാൽ തന്നെയാണ്. ഈ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കാം. മനുഷ്യ സഹായം ദൈവസ്ഥാനത്ത് ഒരിക്കലും വരുവാൻ നമ്മൾ അനുവദിക്കരുത്. ലോകസമ്പത്ത് ദൈവത്തിന്റെ സ്ഥാനത്തെ മാറ്റി സ്ഥാപിക്കുവാൻ അനുവദിക്കരുത്. ദൈവമഹത്വം ദൈവത്തിന് തന്നെ നൽകണം. അബ്രഹാമിനെ പോലെ നമുക്കും പറയാം, യഹോവ തന്നെയാണ് എന്റെ ഉറവിടം, എന്റെ ഉയർച്ച, എന്റെ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങേക്ക് മുഴുമഹത്വവും നൽകി അബ്രഹാമിനെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.